നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊടുന്നനെയുള്ള മരണത്തിന്റെ കാരണമെന്ത്? ഫെബ്രുവരിയിൽ ഡബിൾ ന്യൂമോണിയ ബാധിച്ച് 38 ദിവസം ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ശേഷം റോമിലെ ആശുപത്രി വിട്ടതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില താരതമ്യേന മെച്ചപ്പെട്ടിരുന്നു. പോപ്പുമാർ മരിക്കുമ്പോൾ സാധാരണഗതിയിൽ വത്തിക്കാൻ ഓട്ടോപ്സി ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പോപ്പ് ഫ്രാൻസിസിന്റെ മരണകാരണം വത്തിക്കാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം പോപ്പിന്റെ മരണകാരണം വ്യക്തമാക്കി ചില റിപ്പോർട്ടുകൾ ഇറ്റാലിയൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. പോപ്പ് ഫ്രാൻസിസ് മസ്തിഷ്ക രക്തസ്രാവം മൂലമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സംഭവിച്ചിരിക്കാനും സാധ്യതയുണ്ട്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഫെബ്രുവരിയിൽ മാർപ്പാപ്പയ്ക്കുണ്ടായ ന്യൂമോണിയയുമായും ശ്വാസകോശ പ്രശ്നങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും ലാ റിപ്പബ്ലിക്ക, ലാ സ്റ്റാമ്പ എന്നീ ഇറ്റാലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. വളരെ സാധാരണപൂർണ്ണമായിരുന്നു പോപ്പിന്റെ മരണമെന്ന് ഡോക്ടർമാരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെ 6 മണിക്ക് അലാം കേട്ടയുടൻ അദ്ദേഹം ഉണർന്നു. എന്നാൽ 7 മണിയോടെ സുഖമില്ലാതെയായി. 7:30 പക്ഷാഘാതം മൂലം മരണം സംഭവിച്ചു. സാധാ മാർത്തയിലെ വസതിയിലായിരുന്നു 88-കാരനായ പോപ്പിന്റെ അന്ത്യം. ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ മാർപ്പാപ്പ എത്തിയിരുന്നു. അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന അവസാനത്തെ ചടങ്ങായി അത് മാറുകയും ചെയ്തു. ആൾക്കൂട്ടത്തിനിടയിലൂടെ വീൽ ചെയറിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ആശുപത്രി വിട്ട ശേഷം ധരിച്ചിരുന്ന ശ്വസന സഹായി ഉണ്ടായിരുന്നില്ല. ഏകദേശം 50 മിനിറ്റോളം അദ്ദേഹം വിശ്വാസികൾക്കിടയിൽ ചെലവഴിച്ചു. നേരത്തെ വത്തിക്കാന്റെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ട മാർപ്പാപ്പ സഹോദരന്മാരെ ഹാപ്പി ഈസ്റ്റർ എന്ന് ആശംസിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സഹായി ഈസ്റ്റർ സന്ദേശം വായിക്കുകയും ചെയ്തു. അതേസമയം മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 11:30 വത്തിക്കാനിൽ നടക്കും. വത്തിക്കാന്റെ നിലവിലെ ആക്ടിംഗ് ഹെഡ് കർദിനാൾ കെവിൻ ഹാരലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. തുടർന്ന് പ്രത്യേകം സജ്ജീകരിച്ച മൃതദേഹ പേടകത്തിലേക്ക് പോപ്പിനെ മാറ്റും. മാർപ്പാപ്പയുടെ വസതിയായ സാന്താ മാർത്ത ചാപ്പലിലാണ് ചടങ്ങുകൾ നടക്കുക. വത്തിക്കാനിലെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും പോപ്പിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കും. അതീവ സ്വകാര്യമായ ഒരു ചടങ്ങാണിത്. മരണം സ്ഥിരീകരിക്കുന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ മാമോദീസ പേര് വത്തിക്കാന്റെ ആക്ടിംഗ് ഹെഡായ കർദിനാൾ കെവിൻ ഹാരൽ 3 തവണ വിളിക്കും. പ്രതികരിക്കാതിരുന്നാൽ മരിച്ചതായി സ്ഥിരീകരിക്കുമെന്നതാണ് റോമൻ പാരമ്പര്യം. മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മൃതശരീരത്തിൽ നിന്ന് ഫിഷർമെൻസ് മോതിരവും സീലും നീക്കം ചെയ്യും. ഇതിലൂടെ പോപ്പിന്റെ ഭരണത്തിന്റെ അവസാനം അടയാളപ്പെടുത്തും. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തോടെ അദ്ദേഹത്തിന്റെ പിൻഗാമി ആരെന്നറിയാനും ലോകം കാത്തിരിക്കുകയാണ്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള കർദിനാൾമാർ വത്തിക്കാനിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ തവണ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ പോപ്പാണ് എന്നതായിരുന്നു. ഇത് കത്തോലിക്ക സഭയിൽ വലിയൊരു മാറ്റത്തിന്റെ സൂചനയായി പലരും കണക്കാക്കിയിരുന്നു. ഇപ്പോൾ പലരും കാത്തിരിക്കുന്നത് അടുത്ത മാർപ്പാപ്പ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരിക്കുമോ അതോ ഏഷ്യക്കാരനായിരിക്കുമോ എന്നതാണ്. ഭൂരിഭാഗം മാർപ്പാപ്പമാരും നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആയിരുന്നു. അടുത്ത മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ള ചില കർദിനാൾമാരെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ്. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത പ്രധാന ഘട്ടം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ആണ്. മാർപ്പാപ്പയുടെ മരണശേഷം 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് സാധാരണയായി ചേരും. ഈ ഇടക്കാലയളവിൽ സഭയുടെ താൽക്കാലിക മേൽനോട്ടം വഹിക്കുന്ന കർദിനാൾ സംഘം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ തയ്യാറെടുക്കും. കർദിനാൾ സംഘത്തിന്റെ ഡീനായ കർദിനാൾ ജിയോവാനി ബാറ്റിസ്ട്രെ കോൺക്ലേവിന് അധ്യക്ഷത വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 80 വയസ്സ് കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. ഈ സാഹചര്യത്തിൽ സബ് ഡീനോ, പ്രായം കുറഞ്ഞ മുതിർന്ന കർദിനാളോ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ 252 കത്തോലിക്ക കർദിനാൾമാരുണ്ട്. അതിൽ 138 പേർക്ക് പുതിയ പോപ്പിന് വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. മറ്റുള്ളവർ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായതിനാൽ തന്നെ അവർക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ആരെ തിരഞ്ഞെടുക്കണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അവർക്ക് പങ്കുചേരാം.